പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കബൂട്ടോയെ കാണിക്കുന്നു. അവിടേക്ക് ഒറോച്ചിമാറു കടന്നു വരും. ഒറോച്ചിമാറു ഉടനെ പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയോ? അതിന് കബൂട്ടോ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി, ഇനി അവള് വരേണ്ട താമസം മാത്രമേ ബാക്കിയുള്ളൂ. അതിന് ഒറോച്ചിമാറു പറയും, പുതിയ ബോഡി അതെടുക്കാൻ സമയമായി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവളെ കൂട്ടിക്കൊണ്ടുവാ. അതിന് കബൂട്ടോ നേരത്തെ പൂ പെറുക്കിക്കൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. അവളുടെ പേര് യുക്കിമാറു. യുക്കിമാറുവിന്റെ അടുത്ത് കബൂട്ടോ വന്നിട്ട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് പോകണം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഇതേ സ്ഥലത്തേക്ക് തിരിച്ചു വരും. കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു സെല്ലില് പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് നമ്മൾ നേരത്തെ കണ്ട മറ്റൊരു ചുന്ദരി അവൾ ഇറങ്ങി വരുമ്പോ സെല്ലിലുണ്ടായിരുന്ന ഏതോ ഒരുത്തൻ ഇപ്പൊ അവളെ അടിക്കാനായിട്ട് ഓടി വരും. അത് കണ്ട് അവളാവട്ടെ അവനെ കറക്കി അടിച്ച് ഇപ്പൊ താഴെ ഇടും. അതിന് അവള് പറയും, ഫൈറ്റ് ചെയ്തത് മതി, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത്രയും നേരവും മോൺസ്റ്റർ ആയിരുന്നവരെല്ലാം ഇപ്പൊ നോർമലായിട്ട് അവളുടെ പിന്നാലെ തന്നെ നടന്നു പോകും. അപ്പൊ അതേ സമയത്ത് പുറത്ത് ഇപ്പൊ കബൂട്ടോ ആവട്ടെ യുകിയോ ആയിട്ട് മുൻപോട്ട് നടന്നു പോവാണ്. ഇവളുടെ പവർ അത് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണം, എങ്കിലും മാത്രമേ ഒറോച്ചിമാറിന്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുപോകാൻ കഴിയൂ. അപ്പൊ ലോങ് ഷോട്ടിന്ന് ഇപ്പൊ കാക്കാഷി ആവട്ടെ അവര് പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ തെരുവീതിയിലൂടെ നമ്മുടെ മാമനും കുട്ടപ്പനും അങ്ങനെ ഹായിയായിട്ട് നടക്കുകയാണ്. അപ്പൊ അവൻ ട്രെയിനിങ്ങിന് പകരം ഇപ്പൊ കണ്ട മുതുക്കികളുമായിട്ടൊക്കെ കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങനെ നടക്കും. എന്റെ മക്കൾക്കും ഇതുപോലെ കൊഞ്ചണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊഞ്ചിക്കോ, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഓട്ടിയാ മതി. ഇവിടെ നറൂട്ടോ പറയും, നമ്മളിപ്പോ ട്രെയിനിങ് പ്ലേസിലെത്തി, നമുക്ക് ട്രെയിനിങ് തുടങ്ങിയാലോ? അതിന് മാമൻ, നിനക്കിപ്പോ ആവശ്യം റെസ്റ്റ് ആണ്, നിന്റെ കൈ അത് ഓക്കെ ആയതിനു ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ട്രെയിനിങ് എടുക്കാം. അതുവരെ നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഹോട്ട് സ്പ്രിംഗിൽ പോയിട്ട് കുറച്ചു നേരം ചില്ല് ചെയ്യാം. ഹോട്ട് സ്പ്രിംഗിലെത്തി നമ്മുടെ അപ്പൂപ്പനാവട്ടെ ഇപ്പൊ ടൗലൊക്കെ ഉടുത്ത് ഉഷാറായിട്ട് നീന്താൻ പോവാണ്. അതിന് നറൂട്ടോ ടെൻഷനായിട്ട് പറയും, അന്ന് ഹൊക്കാഗയുടെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ ഡബിൾ ആയിട്ട് നിനക്ക് തീർച്ചയായിട്ടും ഇവിടെയുള്ള അമ്മൂമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടും. അതിന് മാമൻ പറയും, അയ്യോ അല്ല, ഞാൻ എന്റെ റിസർച്ചിന് വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല നിനക്കും ഇതൊരു അടിപൊളി ട്രെയിനിങ് ആണ്. നിന്റെ കൈ അതീ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് റെഡിയാവും. അപ്പൊ കുട്ടപ്പൻ കാഷ്വൽ ആയിട്ട് ഇപ്പൊ ജിറയ മാമന്റെ ബോഡിയിലേക്ക് നോക്കും. അപ്പൊ കുട്ടപ്പൻ കാണും അവൻ നയൻ ടൈൽ ഫോക്സിന്റെ പവറില് മാമനെ തല്ലി പരിക്കേൽപ്പിച്ച ആ ഒരു അടയാളം. അത് കണ്ട് കുട്ടപ്പന് ഇപ്പൊ ഒരുപാട് വിഷമമായി. അവൻ തല കുനിച്ചിരിക്കുമ്പോ മാമൻ പറയും, അത് സാരമില്ല, ഇതുപോലുള്ളത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അതിന് കുട്ടപ്പൻ പറയും, ഇനി ഒരിക്കലും ഞാൻ എന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തെടുക്കില്ല. ഇനി ഒരിക്കലും ആർക്കും അതിന്റെ പവർ കാരണം ഒരു വേദന ഉണ്ടാവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ടീമും ഒറോച്ചിമാറുവിന്റെ സങ്കേതം അത് ലക്ഷ്യമാക്കി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒറോച്ചിമാറുവെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ കിബയ്ക്ക് ലാസ്റ്റ് ടൈം ഒറോച്ചിമാറുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ അക്കമൊരു പട്ടിക്ക് അതിന് ഒരുപാട് പരുക്ക് പറ്റിയ കാര്യമൊക്കെ ഇപ്പൊ ഓർമ്മ വരും. കിബയുടെ ഫേസില് ഇപ്പൊ ടെൻഷൻ കാണുമ്പോ കാക്കാഷി ചോദിക്കും, നിനക്ക് പേടിയുണ്ടോ? അതിന് കിബ പറയും, കുട്ടപ്പന്റെ അത്രയും പവറൊന്നും ഇല്ലെങ്കിലും ഞാനും ഒരു ഷിനോബിയാണ്, ഞാൻ അത്രയ്ക്ക് പേടിത്തൊണ്ടനൊന്നും അല്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ മുൻപോട്ട് പോകും. അതിന് ഷിനോ പറയും, എനിക്കിപ്പോ നിന്നെ കഴിഞ്ഞും കൂടുതൽ പവറുണ്ട്, ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുത്തതുകൊണ്ട് തന്നെ എന്റെ ഏഴയലത്ത് നീ വരില്ല. അത് കിബയ്ക്ക് സഹിക്കില്ല. അവൻ വീണ്ടും അവനെ തന്നെ പുകഴ്ത്തി ഇപ്പൊ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞാട്ടി. അതിന് ഹിനട്ട പറയും, നമ്മൾ വെറുതെ വഴക്ക് കൂടിയിട്ട് കാര്യമില്ല, നമ്മുടെ പവർ അതെന്താണെന്ന് കാണിക്കാനുള്ള കറക്റ്റ് ടൈമാണിത്. അത് കേൾക്കുമ്പോ ഇപ്പൊ കാക്കാഷിക്കും ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ ചോദിക്കും, എനിക്ക് പഴയതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടല്ലേ? മാമൻ എന്റെ മാറ്റം അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് മാമൻ പറയും, അതെ, നീ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി, നിന്റെ പവർ എബിലിറ്റി അതെല്ലാം തന്നെ ഇപ്പൊ 10 മടങ്ങായിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ അവൻ ഫ്ലാഷ് ബാക്കില് മാമനോട് പറഞ്ഞ കാര്യം അതൊന്നായിട്ട് ഓർക്കും. ഞാൻ എന്റെ ജീവൻ പോലും കൊടുത്ത് സാസുകയെ അവനെ തിരികെ കൊണ്ടുവരും. കട്ട് ചെയ്താ ഇപ്പൊ മാമൻ ചോദിക്കും, 3 വർഷങ്ങൾക്ക് മുൻപ് നീ എടുത്ത ആ ഒരു ശപഥം അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതിനവൻ പറയും, എനിക്ക് ഓർമ്മയുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സാസുകയെ അവനെ ഞാൻ തന്നെ തിരികെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവരും. അത് കേൾക്കുമ്പോ മാസ്റ്ററിന് മനസ്സിലാവും കുട്ടപ്പൻ ഇത്രയും പവർഫുൾ ആവാൻ കാരണം അത് അവന്റെ ഈ ഒരു ലക്ഷ്യം അത് തന്നെയാണ്. അപ്പൊ കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ടീമും ആ ഒരു അൻപു ബ്ലാക്ക് ഓപ്സിലെ മെമ്പർ അവൻ മരിച്ച ആ ഒരു സ്പോട്ടിലേക്ക് എത്തും. അപ്പൊ കിബയ്ക്ക് എന്തോ ഒരു സ്മെല്ലടിച്ച് ഇപ്പൊ കാക്കാഷിയോട് പറയും, ഇവിടെ അടുത്ത് ആരൊക്കെയോ ഉണ്ട്. അതിന് കാക്കാഷി ഒറോച്ചിമാറും ടീമും ആണോ എന്ന് ചോദിക്കുമ്പോ കിബ പറയും, അല്ല, ഒരുപാട് ഡെഡ് ബോഡികള് ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. അപ്പൊ അവിടെ ദൂരത്തായിട്ട് ഇപ്പൊ ഒരു ഗുഹ കാണും. ഷീനോ ആവട്ടെ അവന്റെ ഈച്ചകൾ ഉപയോഗിച്ച് ആ ഗുഹയില് ഇപ്പൊ ആരെങ്കിലും ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ആ ഗുഹയിലേക്ക് കയറും. അപ്പൊ ഒരു ദൂരത്തായിട്ട് കാണും
ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്കുള്ള ഒരുത്തൻ അങ്ങനെ ഹായായിട്ട് നിൽക്കുന്നത്. അതിന് ഹിനട്ട പറയും, അവിടെ ഒരാൾ മാത്രമല്ല ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും ചക്ര പവർ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയും. ഇവര് തിരിഞ്ഞതിലേക്ക് കയറുമ്പോ ഇപ്പൊ അക്കമൊരു പട്ടിക്കുട്ടി അവൻ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു ഗുഹ അത് ഇടിഞ്ഞു വീഴാൻ പോവാണെന്ന്. അവര് പുറത്തേക്ക് ഇറങ്ങി ഓടും. അപ്പൊ അതേ സമയം തന്നെ ആ ഒരു ഗുഹ അത് പൊട്ടിത്തെറിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. അത് കണ്ട് കാക്കാഷി പറയും, ഇത് തീർച്ചയായിട്ടും എവിഡൻസ് നശിപ്പിക്കാനായിട്ട് ആ ഒരു വില്ലന്മാര് ചെയ്തത് തന്നെയാണ്. അതിന് ഹിനട്ട പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. വില്ലന്മാര് അവരിവിടെ തൊട്ടടുത്ത് എവിടെയുണ്ട്. അതുകൊണ്ടാണ് ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടില് നമ്മൾ കാല് വെച്ച ഉടനെ അത് പൊട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. അതിന് കിബ എനിക്കും തോന്നുന്നത് ഹിനട്ട പറഞ്ഞതുപോലെ ആ ഒരു വില്ലന്മാര് അവരുടെ രഹസ്യ സങ്കേതം അതിവിടെ അടുത്ത് എവിടെയാണെന്നാണ്. അതിന് ഷിനോ പറയും, കുഴപ്പമില്ല, എന്റെ ഈച്ചകളെ വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അവരെ കണ്ടുപിടിക്കാം. കട്ട് ചെയ്ത ആ ഒരു വില്ലത്തിയും വില്ലന്മാരും ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ട് ലക്ഷ്യമാക്കി ഇപ്പൊ അങ്ങനെ അവളെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരുത്തൻ പറയും, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടിലേക്കാണ്. ഒരു പക്ഷേ നമ്മളെ കൊല്ലാനായിരിക്കും ഇവൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് ഇവളെ കൊന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടൂടെ. അവരെല്ലാവരും ഇപ്പൊ പ്ലാൻ ചെയ്ത് അവളെ കൊല്ലാന്ന് പറഞ്ഞ് അങ്ങനെ ടീമായിട്ട് അവിടെ നിൽക്കും. അതിനവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, എന്തു പറ്റിയടാ, എന്തിനാണ് ഇവിടെ നിൽക്കണേ? അതിനവര് പറയും, ഞങ്ങൾക്ക് രക്ഷപ്പെടണം, അതുകൊണ്ട് ഞങ്ങളിപ്പോ നിന്നെ തല്ലിക്കൊല്ലാൻ പോവാണ്. അവള് ചിരിക്കും. എന്നിട്ടിപ്പോ അവരെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അതിനവള് പറയും, നിങ്ങളെല്ലാവരെയും ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ ഞാൻ കൊന്നു തള്ളാൻ പോവാണ്. അവന്മാരുടനെ അവരുടെ മോൺസ്റ്റർ വേഷത്തിലേക്ക് മാറി അവൾക്ക് നേരെ ഇപ്പൊ മുരച്ചു നിൽക്കും. അതിനവള് പറയും, നിങ്ങളുടെ ഓപ്പണന്റിന്റെ പവർ അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കി തരാന്ന് പറഞ്ഞ് അവളാവട്ടെ അവള് ക്രിസ്റ്റൽ പ്രിസൺ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം തന്നെ ഇപ്പൊ തകർത്ത് കളയും. അപ്പൊ അതേ സമയത്ത് ഷീനോയുടെ ഒരു ഈച്ച എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ച് അതിപ്പോ ഷീനോയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പൊ ഇവിടെ വില്ലെത്തി അവൾ 5 പേരെ മാത്രം ഇപ്പൊ ബാക്കി നിർത്തിയിരിക്കുകയാണ്. അവര് പറയും, സത്യത്തില് അവര് ഭയങ്കര ദ്രോഹികളാണ്. അവര് നിന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, അത് വലിയ തെറ്റാണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല കേട്ടോ. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, അവരെ പോലെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക്. അതിനവര് പറയും, അയ്യോ ഇല്ല, ഞങ്ങൾ ഇപ്പൊ മുതൽ നിന്റെ അടിമകളാണ്. അപ്പൊ അവൾ ചിന്തിക്കും, എല്ലാവരെയും കൊന്നുകളഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആരും ബാക്കിയുണ്ടാവില്ല. ചിലപ്പോ ആ ദേഷ്യത്തിന് ഒറോച്ചിമാറു എന്നെ പിടിച്ച് എക്സ്പെരിമെന്റ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെങ്കിലും അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ കാക്കാഷിയും ടീമും അവരുടെ തൊട്ടു പിന്നാലെ അങ്ങനെ നടന്നു വരുമ്പോ ഒരുപാട് ക്രിസ്റ്റൽസ് ഇപ്പൊ അവർക്ക് ചുറ്റും കാണും. ആ ക്രിസ്റ്റൽസ് കാണുമ്പോ തന്നെ ഇപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും, ആരോ ക്രിസ്റ്റൽ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ഒരുപാട് പേരെ കൊന്നു തള്ളിയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ജിറയ മാമൻ കുട്ടപ്പന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. മാമൻ പറയും, ഈ ഒരു ജിപ്സു അത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് വളരെ എളുപ്പത്തില് ഇത് പഠിക്കാൻ പറ്റും. മാത്രമല്ല പണ്ടൊരിക്കല് നമ്മൾ ഈ ജിപ്സ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ ഗാമത്തവളയായിട്ടുള്ള അതേ ജിപ്സു. അത് കുട്ടപ്പന് തീരെ ഇഷ്ടപ്പെടാതെ, വാവ്, ആ ഒരു അലമ്പ് ജിപ്സ് തന്നെ നിനക്ക് ചെയ്യണമല്ലേ, അതും ഈ സമയത്ത്. അത് കേട്ട് മാമൻ പറയും, ആ തവള അത് നിസ്സാരക്കാരനല്ല, അതിനെ ഉപയോഗിച്ച് നമുക്ക് കോമ്പിനേഷൻ അറ്റാക്ക് അത് നടത്താൻ കഴിയും. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ കുട്ടപ്പന് അത് കുറച്ച് ഇഷ്ടമാവും. അവൻ ചോദിക്കും, ഞാനും യാമുട്ടോയും ചേർന്ന് ഫൈറ്റ് ചെയ്തില്ലേ, അതുപോലെയാണോ? അതിന് മാമൻ അതേന്ന് പറഞ്ഞ് ഇപ്പൊ തലയാട്ടും. മാമൻ ഒട്ടനെ ഇപ്പൊ സമറിൻ ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ഗാമത്തവളയെ അവിടേക്ക് കൊണ്ടുവരും. കുട്ടപ്പനാണെങ്കില് ആ തവളയെ തീരെ ഇഷ്ടമല്ല. പക്ഷെ തവളച്ചാര് കുട്ടപ്പനെ കാണുമ്പോ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ അവന് ഹായ് ഒക്കെ പറയും. അപ്പൊ മാമൻ ഇപ്പൊ ഗാമത്തവളയോട് പറയും, നീയും കുട്ടപ്പനും ചേർന്ന് ഇപ്പൊ കോമ്പിനേഷൻ അറ്റാക്ക് നടത്തി ട്രെയിനിങ് എടുക്കണം. അതിന് ഗാമത്തവള പറയും, ഇവന്റെ കൂടെയോ, എന്നെ കൊണ്ട് പറ്റില്ല, ഇവൻ ഒടുക്കത്തെ ജാടയാണ്, മാത്രമല്ല ഇവന് മുതിർന്നവരോട് യാതൊരു റെസ്പെക്റ്റും ഇല്ല. അതിന് കുട്ടപ്പനും പറയും, എനിക്ക് ഈ തവളയെ തീരെ ഇഷ്ടമല്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് പുതിയ ജിപ്സു അത് പഠിക്കണമെങ്കിൽ ഗാമത്തവളയോട് ചേർന്ന് നിന്ന് നീ കോമ്പിനേഷൻ അറ്റാക്ക് അത് ചെയ്യണമെന്ന് പറഞ്ഞ് മാമനാവട്ടെ ഇപ്പൊ ഗാമത്തവളയായിട്ട് ഒരു സാമ്പിൾ കോമ്പിനേഷൻ അറ്റാക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഇപ്പൊ കുട്ടപ്പൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കും. ഞാൻ റെഡിയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചാടിത്തുള്ളി ഗാമത്തവളയുടെ അടുത്തേക്ക് വരും. അത് കണ്ട് മാമൻ പറയും, നിങ്ങൾ രണ്ടുപേരും ഒരേ ഋതത്തില് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യ്. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ കുട്ടപ്പനും തവളയും അവർ രണ്ടുപേരും ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് മാമനാവട്ടെ തലയ്ക്ക് കൈ കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് സാസുക കടന്നു വരും. അവൻ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോ അതിന് ഒറോച്ചിമാറു പറയും, നിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം,
നീ റെഡിയല്ലേ? അതിന് സാസുക ഞാൻ റെഡിയാണെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.